ഹലോ ഗൈസ്, ഒരു സർപ്രൈസ് പാർട്ടി ഉണ്ട്. അതിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. ഇതെൻ്റെ നാത്തൂനാണ്. സോ നമ്മൾക്ക് പാർട്ടിയുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റാണ് വാങ്ങിക്കേണ്ടി വന്നത്. വാങ്ങിക്കാൻ പറ്റിയത് എന്ന് പറയുന്നത് എനിക്ക് സത്യം. അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി അങ്ങനെ പാർട്ടി ഹോളിലേക്ക് പോകണം. അതിന് മുമ്പ് ചെറിയൊരു വിശപ്പടക്കാൻ വേണ്ടിയിട്ട് 2 പഴംപൊരിയും ഒരു പരിപ്പുവടയും വാങ്ങിച്ചാണ്. അപ്പോൾ നാത്തൂൻസ് പഴംപൊരിയിൽ ഐസ്ക്രീം വെച്ച് കഴിച്ചപ്പോൾ ഞാനും വിചാരിച്ചു പരിപ്പുവടയിട്ട് പിടിച്ചു നോക്കാമെന്ന്. ഈ വിയർഡായിട്ടുള്ള കോമ്പോസൊക്കെ സംടൈംസൊക്കെ ഹിറ്റ് ആവാറുള്ള പോലെ കൊള്ളാമായിരുന്നു. ഞങ്ങൾ മാംഗോ ഐസ്ക്രീമാണ് കഴിച്ചത്. സോ മാംഗോ ഐസ്ക്രീമും പഴംപൊരിയും കൊള്ളാമെന്നാണ് എൻ്റെ നാത്തൂൻ പറഞ്ഞത്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഫൈനലി നമ്മൾ ഹോളിലെത്തി. ഹോള് നല്ല മെനകെട്ട അവസ്ഥയിലായിരുന്നു, വെരി ഡസ്റ്റി. സോ നമ്മുടെ പാർട്ടിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഒരു തീം പറഞ്ഞേക്കുന്നത്. അപ്പോൾ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെയും ബ്ലാക്ക് ഇടാനാണ് പറഞ്ഞേക്കുന്നത്. സോ അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സംഭവമൊക്കെ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് ടാസ്ക്കായിട്ട് തോന്നി. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും പിടിക്കാറില്ല. പക്ഷേ എൻ്റെ നാത്തൂൻ മിക്കവരുടെയും ഒരുവിധപ്പെട്ട എല്ലാവരുടെയും എന്താ പറയുക, എല്ലാ ബർത്ത്ഡേയ്സും ഒക്കെ ആഘോഷിക്കുന്ന ഒരാളാണ്. സോ പുള്ളിക്കാരിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ കെട്ട് കണ്ടാൽ തന്നെ അറിയില്ലേ, അവൾ 3 കിട്ടിയപ്പോൾ ഞാൻ 1 വീർപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ബലൂൺസ് വീർപ്പിച്ചും അവിടെയുള്ളതെല്ലാം നീറ്റാക്കി ക്ലീനാക്കി നന്നായിട്ട് അറേഞ്ച് ചെയ്തു. ഫൈനലി ഇതെന്നു ഔട്ട്പുട്ട്. പാവം ഇപ്പോൾ വരുന്ന വീർപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ശ്വാസം പോയിന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് ബലൂൺസ് ഒന്നും പറന്നു പോകാണ്ട് ഈവനിങ് ആണ് നമ്മുടെ പാർട്ടി. 7:30 ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരണം. സർപ്രൈസാണ് പാർട്ടി, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. സോ ടയർഡായപ്പോഴത്തേക്കും നമ്മളൊരു വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഇറങ്ങി. എന്താ ചെയ്യല്ലേ, ഭയങ്കര ക്ഷീണമായിപ്പോയി. അങ്ങനെ നമ്മൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചു. ദെൻ മന്തിയൊക്കെ വാങ്ങിക്കാൻ പോയി. ഇനിയിപ്പോൾ പാർട്ടി സർപ്രൈസ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും വന്നു, സെറ്റായി. ഇനിയിപ്പോൾ നമ്മുടെ ഇര എത്താൻ സമയമായി. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ആൾക്ക് ഒരു ഐഡിയ ഇല്ല ഇങ്ങനൊരു പാർട്ടി ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ബർത്ത്ഡേ ആണെങ്കിൽ പോലും നമ്മളാരും ഇല്ല ഞാൻ തിരക്കാണ് ഞങ്ങളാരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സോ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഒരു കല്യാണ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കയറി വരുന്ന ആളാണ് ഈ കാണുന്നത്. ആൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിപ്പോയി. പെട്ടെന്ന് കരച്ചിലും സീനൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ ഹാപ്പിയായി. സോ പിന്നെ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് കടന്നു. ആളുടെ 13th ബർത്ത്ഡേ ആണ്. ഇതാണ് ഞങ്ങളുടെ തക്കുമോള്, എൻ്റെ ബിബി മൈജാൻ. ആൾ ടീനേജറായി. സോ ടീനേജർ എന്ന് പറയുമ്പം ഇനിയിപ്പോൾ കുറച്ച് ആഘോഷിക്കേണ്ട സമയമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബിഗിനിങ് എന്നുള്ളത് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയുക, നല്ലൊരു സർപ്രൈസ് പാർട്ടി തന്നെ കൊടുത്തു. ഇത് നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഗിഫ്റ്റ്, സർപ്രൈസ് ഗിഫ്റ്റായിരുന്നു. ആൾ കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. അത് കണ്ടപ്പോൾ തന്നെ ആളുടെ കിളി പാറി ശരിക്കും പറഞ്ഞാൽ. പിന്നെ അവളുടെ കസിൻസ്, എൻ്റെ കസിൻസ്, അവളുടെ ചിറ്റമാരും മാമന്മാരും ഒക്കെയും കുറേ ഗിഫ്റ്റ്സൊക്കെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു, നല്ല വൈബായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ക്ലിക്കൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ പാർട്ടി ലാസ്റ്റ് ഫണ്ണൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അടിപൊളി ഇവൻ്റായിരുന്നു. ഇതിൽ വന്ന എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോയത്. നമ്മളും ഭയങ്കര ഹാപ്പിയായിരുന്നു. സോ അത്രയൊക്കെയുള്ളൂ. ദെൻ ക്ലീൻ ചെയ്ത് വീട്ടിൽ പോകണം, വേറെന്താ. സോ ഹാപ്പി അത്ര തന്നെ. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.